ഞാൻ അജ്മലിലേക്ക് കൂടി പോവുകയാണ്. അജ്മൽ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്നും ചേരുമാനം. അജ്മൽ, ഈ അർജന്റീന ഇന്ന് കളത്തിലേക്ക് എത്തുമ്പോൾ ഈജിപ്തിനെതിരെ കേബോ വെർദെക്കെതിരെ കളിച്ച ടീമിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമോ? ഏതാണ്ട് 4 മാറ്റങ്ങൾ വരെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ, റിപ്പോർട്ടുകൾ വരുന്നത്. അതെ, തീർച്ചയായും നമുക്ക് കഴിഞ്ഞ കളി നമ്മൾ കണ്ടതാണ്. അർജന്റീനയുടെ ഡിഫൻസ് വിങ് പോയാണ് അവർ 2 ഗോൾ അടിച്ചത്. ആ കളിക്ക് ശേഷം സ്കറിന് തന്നെ പറയുകയുണ്ടായി, ഞങ്ങൾക്ക് പാളിച്ചകൾ പറ്റി, അടുത്ത കളി ഇനി ആ പാളിച്ചകൾ പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നു. പക്ഷെ അന്ന് കഴിഞ്ഞ കളി ആ പാളിച്ച പറ്റിയത് ഒരു പക്ഷേ അജ്മലിന്റെ ഓഡിയോയിൽ ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ തിരികെ എത്താൻ ഞാൻ നിതിനിലേക്ക് പോവുകയാണ്. നിതിനെ ആദ്യം ഒന്ന് ട്രോള് വിട്ടതാണ്. നിതിൻ മോഹൻ, തിരുവനന്തപുരത്ത് നിന്ന്. നിതിൻ, ബ്രസീൽ പോർച്ചുഗൽ കമ്പൈൻഡ് ഫാന്, എങ്ങനെയാണ് അർജന്റീന ആരാധകർ കൂടുതലായി എത്തുന്നുണ്ടോ? എത്തുന്നുണ്ട്. നമുക്ക് 2 കുട്ടി ആരാധകർ ഇവിടെ കാണാം. എൽദോ, അവരോട് തന്നെ ചോദിക്കാം. അവരിപ്പോൾ വളരെ ആവേശത്തിൽ, ഇപ്പോഴേ അവർ കളി തുടങ്ങി. ഇന്ന് 5 ഗോളൊക്കെ അടിക്കുന്ന നമ്മുടെ കുട്ടി ആരാധകർ പറയുന്നത് എന്താണ്? ഇന്ന് എത്ര ഗോള് മെസ്സി അടിക്കും? മെസ്സി തന്നെ ഇപ്പൊ ഹാട്രിക് ഒക്കെ അടിച്ച് തീർത്ത് തരും. അതൊക്കെ അത്രേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള ബേഴ്സും കൂടെ ചേർന്ന് ഇപ്പൊ 5 ഗോളൊക്കെ അടിച്ച് ജയിക്കും. 5 ഗോളിനാണെന്ന് ജയിക്കാൻ പോകുന്നത്. സലേ പോലുള്ള നല്ലൊരു പ്ലെയർ ഉണ്ട്. അപ്പം നല്ല പ്ലെയർ ഒക്കെ തന്നെയാണ്. ബട്ട് അർജന്റീന അടുത്തൊന്നും നടക്കൂല. ഒന്നും നടക്കത്തില്ല. ഇല്ല. കഴിഞ്ഞ തവണ കപ്പടിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ആവേശത്തിലായിരുന്നു. 4ാമത്തെ ലോഡിംഗ് ആണ്. അല്ലാത്ത ലോഡിംഗ് ആണ്. അപ്പം 4ാമത്തെ കപ്പ് ഈ വർഷം ഉറപ്പായി അടിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഉറപ്പ്. ഇന്ന് 5 ഗോൾ അടിച്ചിരിക്കും. സല നല്ലൊരു പ്ലെയർ ആണ്. നിങ്ങൾ രണ്ടുപേരും ഫുട്ബോൾ കോച്ചിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാര്. അപ്പം സലയും അങ്ങനെ എഴുതി തള്ളാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കില്ല. പക്ഷെ അർജന്റീന ഡിഫൻസ്. എൽദോ, എന്തായാലും കുട്ടികളും ഇവിടെ എത്തിയ ആൾക്കാരെല്ലാരും ആവേശത്തിലാണ്. പിന്നെ ഒരു കൗതുകരമായിട്ടുള്ള കാഴ്ചയാണ്. കഴിഞ്ഞ തവണ കേബോ വെർഡെക്കെതിരെയുള്ള മത്സരത്തിൽ അർജന്റീന തോക്കുമെന്ന് നമ്മളൊരു സ്വാമി പ്രവചിച്ചിരുന്നു. അതേപോലെ നമുക്കിവിടെ ഒരു പ്രവചന സ്വാമിയും കൂടിയുണ്ട്. അദ്ദേഹത്തിനോടുകൂടി നമുക്ക് കാര്യം ചോദിക്കാം. ഇന്നത്തെ മത്സരത്തിനുള്ള താങ്കളുടെ പ്രവചനം എന്താണ്? പ്രവചിക്കാനായിട്ട് നേരത്തെ 2014, 18, 22 നേരത്തെ 3 പ്രവചിച്ചു. ഇതുകൊണ്ട് പ്രവചിക്കാനുള്ള താല്പര്യം കുറവാണ്. കാരണം എന്ന് വെച്ചാൽ 2018 22 കളി ഇപ്പോൾ 2018 ഡിക്ലെയർ ചെയ്തു. 22 കളി അർജന്റീനയ്ക്ക് കിട്ടുമെന്നുള്ളത് 2018 ഡിക്ലെയർ ചെയ്തു. പിന്നെ തന്നെയാണ് ഞാൻ തന്നെ 2014, 2018, 2022. 2018 ഫസ്റ്റ് മാച്ച് നടന്ന പിന്നെ ഫ്രാൻസ് കപ്പ് എടുക്കുമെന്നും 2022 കപ്പ് അർജന്റീന എടുക്കുമെന്ന് 2018 ഡിക്ലെയർ ചെയ്തു. അത് ബേസ് കൊടുത്തിട്ടുണ്ട്. ഈ വർഷത്തെ 2026 കപ്പ് ആര് കൊണ്ടു? ഈ വർഷത്തിൽ അങ്ങനെ കളി കാണാൻ താല്പര്യമില്ലായിരുന്നു. എങ്കിലും മത്സരങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അഭിപ്രായം പറയാനാണ്. ഇപ്പോഴത്തുള്ള കളി കാണാൻ താല്പര്യമില്ലായിരുന്നു. കാണാൻ വേറെ ഒന്നുമില്ല. എങ്കിലും പിന്നെ ഇവിടെ ഉള്ളതിന്റെ പേരിൽ ഞാൻ ഇപ്പോൾ ഇവിടെ കാണില്ല. വടക്കേ യാത്രയുണ്ട്. ഉള്ളതിന്റെ പേരിൽ ഇത്തവണ പറയാൻ മൂടെ വിട്ടാം. കളി കാണുന്ന അത്രയുള്ളൂ. കാണുന്ന വെച്ചാൽ താല്പര്യം കുറവാണ്. അപ്പം എന്തായാലും എൽദോ, വളരെ വാശിയേറിയ മത്സരം തന്നെയായിരിക്കും ഇന്ന്. കാര്യം ഈജിപ്തിനെതിരെയായി അർജന്റീന മത്സരിക്കുകയാണ്. മുഹമ്മദ് സല, ലിയോ മെസ്സി രണ്ടുപേരും നേർക്കുനേരെത്തുകയാണ്. എന്തായാലും വാശിയേറിയ ഒരു മത്സരം തന്നെ ആയിക്കോട്ടെ. അർജന്റീന കപ്പടിക്കട്ടെ ഞാനും പറയുകയാണ് എൽദോ. അർജന്റീന കപ്പടിക്കട്ടെ. താങ്ക് യു. നിതിനാണ് ചേർന്നത്. വളരെ വിഷമത്തോടുകൂടി നിതിൻ പറയുകയാണ് അർജന്റീന ജയിക്കട്ടെ എന്ന്. ബ്രസീലും പോർച്ചുഗലും പരാജയപ്പെട്ടതിന്റെ ഒരു നിരാശയിലാണ് നിതിൻ. ഞാൻ അജ്മലിലേക്ക് തിരികെ പോവുകയാണ്. അജ്മൽ, നമ്മൾ ടീമിന്റെ ലൈനപ്പിനെ പറ്റിയാണ് ചോദിച്ചത്. ടീം ലൈനപ്പിൽ ഒരു വ്യക്തത വന്നോ? എന്തെങ്കിലും മാറ്റങ്ങൾ കാര്യമായി സ്കലോണി കളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? അതെ, തീർച്ചയായും എൽദോ. ഏകദേശം 3 മാറ്റങ്ങൾ കൺഫേം ആയിട്ട് പറയുന്നുണ്ട്. അത് ഈ സെൻറ്റർ ഫോർവേഡിൽ മാർട്ടിനസിന് പകരം ജൂലിയൻ അൽവാരസ് വരുമെന്നാണ് ഇപ്പോൾ കിട്ടിയത് ഏറ്റവും പുതിയ വിവരം. അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ അൽമാഡയ്ക്ക് വരം പരഡസും, പിന്നെ ഡിഫൻസീവിൽ മെദീനയ്ക്ക് വരാൻ താഗ്ലിയോ ഫിക്കയും. ഈ 3 മാറ്റങ്ങളാണ് നിലവിൽ സ്കലോണി മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം സ്കലോണി സർപ്രൈസുകളുടെ കോച്ചാണ്. ലാസ്റ്റ് വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ. ആ തന്ത്രങ്ങളുടെ മികവുകൊണ്ടാണ് അർജന്റീനയ്ക്ക് 36 വർഷത്തിന് ശേഷം വേൾഡ് കപ്പ് അടിക്കാൻ പറ്റിയത്. കഴിഞ്ഞ കളിയേറ്റ കേബോ വെർദെക്കെതിരെ ഏറ്റ ഒരു ക്ഷീണമുണ്ട്. കാരണം ലോക ചാമ്പ്യന്മാരായിട്ട് പോലും ഒരു കുഞ്ഞൻ രാജ്യത്തിനോടാണ് അവർ പൊരുതിയിരുന്നത്. അത് സ്കലോണി സമ്മതിക്കുകയും ചെയ്തു. സ്കലോണി പിന്നീട് വന്ന പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി,
തങ്ങൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു ഒരു പോരാട്ടമായിരുന്നു പറ്റിയത്. തങ്ങൾക്ക് ഒരുപാട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. ആ പാളിച്ചകളിൽ നല്ലൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരുപക്ഷെ ഏകദേശം 3ഓളം മാറ്റങ്ങൾ വരുത്തി സ്കലോണിയുടെ ഒരു ഐഡിയൽ സ്ക്വാഡാണ് ഇപ്പോൾ എൻ്റെ തൊട്ടുപുറകെ കാണുന്നത്. ഈ സ്ക്വാഡ് വെച്ചാണ് അദ്ദേഹം വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ ബ്രസീലിനെതിരെ ടീമിനെ ഇറക്കിയതും ആ കളി നമ്മൾ കണ്ടതാണ്. 3-0 ബ്രസീലിനെ തകർക്കുകയും ചെയ്ത ഒരു ഐഡിയൽ സ്ക്വാഡാണ് എൻ്റെ തൊട്ടുപുറമുള്ള സ്ക്രീനിൽ കാണുന്നത്. അന്ന് മെസ്സി ഇല്ലായിരുന്നു. മെസ്സി അന്ന് ഇഞ്ചേർഡ് ആയിരുന്നു. മെസ്സിക്ക് പകരം മാർട്ടിനസ് ആയിരുന്നു. പക്ഷേ ഇന്ന് ഈ വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോററായ 2 ഗോൾഡ് ബോൾ ജേതാവായ മിസിഹ എന്നവർക്ക് ഒപ്പമുണ്ട്. അപ്പം എന്തായാലും ഐഡിയൽ സ്കോറിനൊപ്പം മെസ്സിയും കൂടി ചേരുമ്പം എന്തായാലും കഴിഞ്ഞ കളി പോലെ അത്ര പാടായിരിക്കത്തില്ല അർജൻറ്റീനയ്ക്ക്. ഈ കളി എന്തായാലും അർജൻറ്റീന കുറച്ചും കൂടി നല്ല വ്യക്തമായിട്ട് കളിക്കും, ഡിഫൻസീവ് പൊട്ടാത്ത രീതിയിൽ തന്നെ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്, അജ്മലാണ് ചേർന്നത് വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന്. അജ്മൽ സൂചിപ്പിച്ചതുപോലെ ആ ലോകകപ്പ് യോഗ്യതാ ഘട്ടത്തിൽ ബ്രസീലിനെ തോൽപ്പിച്ച സ്കലോണിയുടെ ഏറ്റവും മാസ്റ്റർ പീസ് ലൈനപ്പ് തന്നെ ഇന്ന് കളത്തിലേക്ക് എത്തുന്നു എന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.